ഇന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു ഫ്ലവർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഈ റോൾ ടൈപ്പ് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ 4 പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും. അത് വെച്ചിട്ട് നമ്മൾ സിക്സാക്ക് പോലെ അതൊന്ന് മടക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി അത് ഇതുപോലെ പിടിച്ചിട്ട് കമ്പിയോ എന്തെങ്കിലും ചെറിയ നൂൽക്കമ്പിയൊക്കെ എടുക്കാം. പിന്നെ ഞാൻ എടുക്കുന്നത് നമുക്ക് ബ്രെഡ് ഇങ്ങനെ കവർ ചെയ്ത് കെട്ടില്ലേ, ഇങ്ങനെ കെട്ടില്ലേ, അത് ആ ബ്രെഡിൻ്റെ ആ ഒരു കമ്പിയാണ് കേട്ടോ. അത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ തുമ്പൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അത് പതുക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ പിടിച്ചിട്ട് ഓരോ ടിഷ്യൂ പേപ്പറായിട്ട് ഇതുപോലെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ഒന്ന് പൊക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഈ രീതിയിൽ ഒരു ഫ്ലവർ ആക്കി എടുക്കാം. ഇത് ഏറ്റവും സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുകൾ വശത്തോ സൈഡിലൊക്കെ ഇങ്ങനെ നീണ്ടോ കൂർത്തൊക്കെ നിൽക്കുന്ന ചെറിയ ഇതളുകളുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 4 ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം അതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരുമിച്ച് അടിയിൽ ഇതിങ്ങനെ പിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ആ ഇടയിൽ ഗ്യാപ്പ് വരുന്ന ഭാഗമൊക്കെ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് ആ സൈഡിലേക്ക് ഇങ്ങനെ കുറച്ച് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ നേരെയാക്കി ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തേക്ക് നല്ലൊരു ബോൾ ഷേപ്പിലൊരു പൂ കിട്ടും. ഇനി അതിൻ്റെ തണ്ടിൻ്റെ ആവശ്യത്തിനായിട്ട് പേപ്പർ സ്ട്രോ ആണ് കേട്ടോ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ട് ഒരു ഗ്രീൻ കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫ്ലവർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ആ നൂൽക്കമ്പി ആണെങ്കിൽ അത് ഫുള്ളായിട്ട് ഉള്ളിൽ കയറി ഇരിക്കും. ഇതിപ്പോൾ ബ്രെഡിൻ്റെ ആ ഒരു കമ്പി ആയ കാരണം കറക്റ്റായിട്ട് കയറി ഇരിക്കുന്നില്ല. അതുകൊണ്ട് 2 എണ്ണം വെച്ച് കൊടുത്തിട്ട് ബാക്കി 2 എണ്ണം ഞാൻ ഇതേപോലെ ഒരു കമ്പി വെച്ചിട്ട് ഇതെങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എങ്ങനെയും ആ ഫ്ലവർ ഒന്ന് ആ ഒരു തണ്ടുമ്പോൾ നമുക്ക് നിർത്തണം. ഇനി നമുക്ക് കളർ ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രഷ് പെന്നാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യം ബ്ലൂ കളറാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പേസ്റ്റൽ കളറ് ബ്ലൂ കളറാണ് ആദ്യം ചെയ്ത് കൊടുത്തത്. അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഡാർക്ക് ഷെയ്ഡുകൾ കിട്ടുന്ന ബ്രഷ് പെന്നില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് ബ്ലൂ നമ്മൾ അടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഒരു മീഡിയം ബ്ലൂ ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കളറുകളൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് കിട്ടും. പിന്നെ ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പിങ്ക് കളറാണ് കേട്ടോ കൊടുക്കുന്നത്. ആദ്യം ലൈറ്റ് പിങ്ക് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കിടെ മജന്ത കളറില്ലേ, ആ മജന്ത അടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡാർക്ക് മജന്തയൊക്കെ ഒന്ന് സ്പ്രെഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. ഒരുപോലത്തെ കളർ തന്നെ ഒരു 3 എണ്ണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വേസിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ടിഷ്യൂ പേപ്പർ വെച്ച് വെറും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലവർ അല്ലേ ഇത്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഇതുപോലൊരു 3 ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒരു വേസിൽ വെച്ചോളൂ. പിന്നെ വേസ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ മതി, അതും ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.